ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അറേബ്യൻ റൈസായ ചിക്കൻ മദ്ഹൂത്താണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ പാത്രം തന്നെ വെക്കുക, കാരണം ഇതിൽ തന്നെയാണ് മസാല റൈസ് ഒക്കെ ഉണ്ടാക്കുന്നത്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ്, ഉണക്കനാരങ്ങ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇനി നമുക്കിതിലോട്ട് ഒരു 3 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴറ്റുക. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും 4 പച്ചമുളകും കൂടെ ഇട്ട് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മാഗീൻ്റെ ചിക്കൻ ക്യൂബ്സ് ആണ്. അപ്പോൾ ഇതിലേക്ക് 4 ക്യൂബ്സ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അലിയിച്ച് ഇതുപോലെ ഒന്ന് എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതിൽ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് ഇതിലോട്ട് മന്തി മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളി അരച്ചതാണ്. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള തക്കാളി നന്നായി അരച്ച് എടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം.
ചിക്കൻ ഇപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ബാക്കി റൈസിൻ്റെ കൂടെ കിടന്ന് നന്നായി വെന്തോളും. ഇനി നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ്, വെള്ളം കളഞ്ഞ് വെച്ചതാണ്. ഇനി നമുക്ക് അരി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏത് പാത്രത്തിലാണോ നമ്മൾ അരിയെടുത്ത് അതേ പാത്രത്തിൻ്റെ അളവിൽ ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചിക്കൻ മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി നമുക്ക് ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് വിളമ്പാം. ഓക്കെ ഗായ്സ്, സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.